കാട് വിറപ്പിച്ച വീരപ്പന്റെ കഥ വല്ലാത്തൊരു കഥയാണ്. വീരപ്പന്റെ കഥയും നമ്മുടെ പുഷ്പ സിനിമയും എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് വീരപ്പന്റെ കഥയിലേക്ക് ഒന്ന് പോയി വരാം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കർണാടകയിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കാവേരിയാറിന്റെ നദിക്കരയിൽ ഗോപിനത്തം എന്ന ചെറു ഗ്രാമത്തിൽ 1952 ജനുവരി 18 മുനിസാമി കൗണ്ടർ പുലുത്തായി അമ്മാളുടെ 4 മക്കളിൽ രണ്ടാമനായാണ് നമ്മുടെ ഗൂസ് മുനിസാമി വീരപ്പൻ ജനിക്കുന്നത്. കാടിനോട് അടുത്ത് കിടക്കുന്ന ഈ സ്ഥലമായതുകൊണ്ട് വീരപ്പന് ഈ കാടും മറ്റും നല്ല പരിചയമായിരുന്നു. അന്ന് ഗോപിനത്തംകാർ വിശ്വസിച്ചിരിക്കുന്നത് ഈ കാട്ടിലെ ഈ വിഭവങ്ങളും മറ്റും തങ്ങൾക്ക് എടുത്തു പെരുമാറാനുള്ളതാണെന്നാണ് വിശ്വസിച്ചു പോകുന്നത്. വികസനം തൊട്ട് തീണ്ടാട്ട ഈ നാട്ടുകാർ പണ്ട് തൊട്ടേ തൻ്റെ കയ്യിൽ ഒരു നാടൻ തോക്ക് കരുതുമായിരുന്നു. സ്വാഭാവികമായി കൃഷി നശിപ്പിക്കാൻ വരുന്ന കാട്ടുപന്നികളെ വെടിവെക്കുവാനും അല്ലറച്ചില്ലറ വേട്ടയാടാനും വേണ്ടി ഈ തോക്ക് ഉപയോഗിച്ചു പോന്നു. ഈ വിവരം അറിയുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അവിടെ റെയ്ഡ് നടത്തുകയും 5-6 തോക്കുകൾ പിടിച്ചെടുക്കുകയും പിന്നെ അവർ മടങ്ങിക്കഴിയുമ്പോൾ അതേ തോക്കുകൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് വരികയും ചെയ്തു. ഇങ്ങനെ തോക്കുകൾക്കിടയിൽ വളർന്നുകൊണ്ടാകാം വീരപ്പൻ 10-18 വയസ്സായപ്പോഴേക്കും നല്ല ഒരു ഷാർപ്പ് ഷൂട്ടറായി കഴിഞ്ഞിരുന്നു. അക്കാലത്ത് വീരപ്പൻ തൻ്റെ കഴിവ് തെളിയിച്ചത് ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന കുരങ്ങനെ ആ ചാട്ടത്തിൽ തന്നെ തോക്കുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയാണ്. ഒരു തല്ലിപ്പൊളി തോക്കുകൊണ്ട് ഇങ്ങനെ വെടിവെച്ചിട്ട് വീരപ്പനെ നാട്ടുകാരെല്ലാം സമ്മതിച്ചു കൊടുത്തു. വീരപ്പനെതിരെ ഫസ്റ്റ് കേസ് ഉണ്ടായത് ലൈസൻസ് ഇല്ലാത്ത തോക്കുകൊണ്ട് ഒരു പന്നിയെ വെടിവെച്ച് വീഴ്ത്തിയതിനാണ്, കാട്ടുപന്നിയെ വെടിവെച്ച് വീഴ്ത്തിയതിനാണ്. ഇതിൻ്റെ പേരിൽ പോലീസ് പിടിക്കാൻ വന്നപ്പം ഉൾക്കാട്ടിലേക്ക് ഓടിമറഞ്ഞ വീരപ്പൻ ചെന്നുപെട്ടത് സേവിദത്ത കൗണ്ടർ എന്ന ഒരാളുടെ അടുത്താണ്. എന്നാൽ സേവിദത്ത കൗണ്ടറോ അന്നാട്ടിലെ കുപ്രസിദ്ധനായ ഒരു ആനവേട്ടക്കാരനായിരുന്നു. ഉന്നം തേറ്റാത്തുള്ള വീരപ്പൻ്റെ വെടിവെക്കാനുള്ള കഴിവ് കണ്ട സേവിദത്ത കൗണ്ടർ തൻ്റെ ഒപ്പം വീരപ്പനെ കൂട്ടുകയുണ്ടായി. അന്നു തൊട്ട് വീരപ്പൻ ഒരു ആനവേട്ടക്കാരനായി തീർന്നു. വീരപ്പൻ തൻ്റെ ആദ്യത്തെ ആനയെ വെടിവെച്ചത് സേവിദത്ത കൗണ്ടറിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു. ഉന്നം തെറ്റാതെ മസ്തകത്തിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തി ആ ആനയുടെ കൊമ്പ് ഊരിയെടുക്കാൻ വീരപ്പന് കഴിഞ്ഞു. പിന്നീട് അയാൾക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഉന്നം തെറ്റാതെ ആനയുടെ മസ്തകത്തിൽ വെടിവെച്ച് വീഴ്ത്തി നിമിഷ നേരം കൊണ്ട് ആനക്കൊമ്പ് കടത്തുന്ന വീരപ്പനെ ഒരു റോബിൻ ഹുഡ് ഇമേജ് തന്നെ ആ നാട്ടുകാർക്ക് കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിലേക്ക് വീരപ്പനെ അന്വേഷിച്ചു വരുന്ന പോലീസുകാർക്ക് വീരപ്പൻ്റെ ഒരു തുമ്പ് പോലും നാട്ടുകാർ കൊടുത്തില്ല. കാരണം ഈ അല്ലറ ചില്ലറ കൊള്ളയ്ക്കും ചെറിയ ചെറിയ ജോലിക്ക് വേണ്ടിയും ഈ നാട്ടുകാർക്ക് വീരപ്പൻ ജോലി കൊടുത്തു. വീരപ്പൻ തൻ്റെ ആനക്കൊമ്പ് കടത്തിൽ നിന്നും ചന്ദനത്തടി കടത്തിൽ നിന്നും അന്നാട്ടിലെ നാട്ടുകാരെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ തന്നെ ഒരു ഗ്യാങ് തന്നെ വീരപ്പന് അവിടെ ഉണ്ടാക്കാൻ വീരപ്പന് കഴിഞ്ഞിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ വീരപ്പൻ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടർന്നു. അങ്ങനെ അതായത് 80കളുടെ തുടക്കത്തിൽ തന്നെ വീരപ്പന് ഒരു ലോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ, അധികാരികളുടെ കണ്ണിൽ ഒരു ലോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വീരപ്പന് കഴിഞ്ഞിരുന്നു. എന്നാൽ അധികം നാൾ അദ്ദേഹത്തിന് ആ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. 1983 തൻ്റെ കുറുകെ നിന്ന ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിനെ വെടിവെച്ച് വീഴ്ത്തിയാണ് അദ്ദേഹം അധികാരികളുടെ കണ്ണിൽ ആദ്യത്തെ കരടാകുന്നത്. അത്രയും നാളും തനിക്ക് പൈസ കൊടുത്ത് ഒതുക്കി തീർത്ത ഫോറസ്റ്റ് ഓഫീസേഴ്സും എല്ലാവരും തൻ്റെ എതിരാകുന്നത് ആ സംഭവത്തിന് ശേഷമാണ്. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വീരപ്പൻ്റെ പുറകിലായി. അവർ വീരപ്പനെ പിടിക്കാൻ വേണ്ടി പല വഴികളും ശ്രമിച്ചു. ഇതറിഞ്ഞ് വീരപ്പൻ ഉൾക്കാട്ടിലേക്കും പോയി. എന്നാൽ തൻ്റെ നിവർത്തികേടിൻ്റെ വക്കിൽ അദ്ദേഹത്തിന് ബാംഗ്ലൂർ നഗരത്തിലേക്ക് വരേണ്ടിയിരുന്നു. കാരണം തൻ്റെ തോക്കുകൾ അപ്ഡേറ്റ് ചെയ്യാനും തോക്കുകൾക്ക് വേണ്ടിയുള്ള ഉണ്ടകൾ ശേഖരിക്കാനും തൻ്റെ ചന്ദനക്കടത്തിൽ നിന്നും ശേഖരിച്ച പണവുമായി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് കാടിറങ്ങി. എന്നാൽ കഷ്ടകാലം എന്ന് നോക്കല്ലേ, അന്ന് സാർക്ക് ഉച്ചകോടിയുടെ മീറ്റിംഗ് നടക്കുന്നതിനാൽ പതിവില്ലാത്ത പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വീരപ്പനെ പിടിക്കുകയുണ്ടായി. ഡെപ്യൂട്ടി കൺസർവേറ്റീവ് ഓഫീസറായ പി ശ്രീനിവാസനാണ് അയാളെ ആ ജയിലിലേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ അന്ന് തന്നെ വീരപ്പൻ ജയിലിൽ ചാടി. എങ്ങനെയാണെന്നറിയണ്ടേ? അതാണ് പോലീസിൻ്റെ വിചിത്രമായ നയം. രാത്രി വീരപ്പന് നല്ല തലവേദന വരികയും തലയിൽ തേക്കാൻ എണ്ണ ചോദിച്ച് പോലീസുകാർ എണ്ണ കൊടുത്തുവെന്നും എണ്ണ ഉപയോഗിച്ച് കയ്യിൽ തേച്ച് വെലം കഴിച്ച് രക്ഷപ്പെട്ടു എന്നുമാണ് പോലീസുകാർ നിർത്തിയ വിചിത്രമായ ന്യായം. അറിയാവുന്നവർക്ക് മനസ്സിലായി വീരപ്പൻ നല്ലൊരു തുക വാഗ്ദാനം ചെയ്ത് രക്ഷപ്പെട്ടതാണെന്ന്. എന്നാൽ ഇതിനുശേഷം വീരപ്പൻ്റെ പ്രകൃതം എല്ലാം മാറി. പോലീസുകാരെ നിരന്തരം ആക്രമിക്കുകയും പ്രമാണിമാരുടെ നിന്നും പൈസ തട്ടുകയും എല്ലാം പതിവായി. 1990 10 പേരടങ്ങുന്ന ഒരു ഫോറസ്റ്റ് പെട്രോൾ പാർട്ടിയെ വീരപ്പൻ ആക്രമിക്കുകയുണ്ടായി. അന്ന് പോപ്പുലർ ആയിരുന്ന ദിനേശ് അടക്കം 3 പേരെ വധിക്കുകയുണ്ടായി.
അതുപോലെ തന്നെ ഒരാൾക്ക് അന്ന് ആ ഏറ്റുമുട്ടലിൽ പരിക്കും ഏറ്റു. ഈ സംഭവത്തിന് ശേഷം വീരപ്പനെ ഇനിയും അവഗണിക്കാൻ പറ്റില്ലെന്ന് കണ്ട അന്നത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര പാട്യൻ 1990 ഏപ്രിൽ ഒരു STF രൂപം നൽകി. ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ അന്നത്തെ ശ്രീനിവാസൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ചോദിച്ച് അപ്പോയിൻമെൻറ്റ് വാങ്ങി പഴയ കണക്കുകൾ തീർക്കാൻ വേണ്ടി. പോകെ ശ്രീനിവാസന് മനസ്സിലാകുന്നു ഗോപിനത്തൻ ഗ്രാമത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ വീരപ്പനൊക്കെ പിടിക്കുന്ന കാര്യം അസാധ്യമാണെന്ന് കണ്ട ശ്രീനിവാസൻ STF വരുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം ഗോപിനത്തൻ ഗ്രാമത്തിന് വേണ്ടി ചെലവഴിച്ചു പോകും. അങ്ങനെ ശ്രീനിവാസന്റെ മേൽത്തോട്ടത്തിൽ അവിടെ ഒരു അമ്പലം തന്നെ പണിയുകയുണ്ടായി. അങ്ങനെ പോകെ ശ്രീനിവാസന് ആ നാട്ടിലൊരു വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇതൊന്നും വീരപ്പന് അത്ര പിടിച്ചില്ല. എങ്കിലും വീരപ്പന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തൻ്റെ അനുജത്തിയെ ശ്രീനിവാസൻ കൂടെ നിർത്തുന്നതാണ്. അന്ന് താൻ അവിടെ സ്ഥാപിച്ച ഡിസ്പെൻസറിയിൽ ഒരു അസിസ്റ്റൻ്റായാണ് ശ്രീനിവാസൻ വീരപ്പൻ്റെ സഹോദരിക്ക് സ്ഥാനം കൊടുത്തത്. അങ്ങനെ ശ്രീനിവാസൻ അവിടെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതിനിടയിൽ വീരപ്പൻ്റെ സഹോദരിയുടെ ആത്മഹത്യയാണ് ശ്രീനിവാസനോടുള്ള പക വീരപ്പനെ ഇരട്ടിക്കാൻ കാരണമായത്. തൻ്റെ സഹോദരിയുടെ മരണത്തിന് കാരണം ശ്രീനിവാസനാണെന്ന് ഉറച്ചു വിശ്വസിച്ച വീരപ്പൻ അതേ ടാക്ടിക്കിൽ തന്നെ ശ്രീനിവാസനെ വകവരുത്താനുള്ള തീരുമാനമെടുത്തു. അതിന് ഉപയോഗിച്ചത് അർജുൻ, വീരപ്പൻ്റെ അനുജനായ അർജുനെയാണ്. താൻ കീഴടങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞ് അനുജനെ പറഞ്ഞയക്കുകയും ശ്രീനിവാസനെ കാട്ടിലേക്ക് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ കാട്ടിൽ വെച്ച് ശ്രീനിവാസനെ വകവരുത്തുകയും ചെയ്തു. എന്നിട്ടും പക തീരാത്ത വീരപ്പൻ മരിച്ചു കിടന്ന ശ്രീനിവാസന്റെ തല വെട്ടിയെടുത്ത് തൻ്റെ സങ്കേതത്തിൽ പോയി ഫുട്ബോൾ കളിച്ചെന്നും അന്ന് ST ഓഫീസറായ വിജയകുമാർ IPS പുസ്തകമായ വീരപ്പൻ ദ ചേസിംഗ് ദ ബ്രിഗൻഡ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വീരപ്പൻ്റെ സംഘാംഗമായ ഗുരുനാഥനെ പോലീസ് പിടിക്കുകയുണ്ടായി. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രതികാരമായി ആ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് വീരപ്പൻ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ വധിക്കുകയുണ്ടായി. ഇതിനുശേഷം ഒരു കൊലയുടെ പരമ്പര തന്നെ വീരപ്പൻ നയിക്കുകയുണ്ടായി. ഹരികൃഷ്ണൻ, ഷക്കീൽ അഹമ്മദ് എന്നിവരും ഈ പോലീസുകാരുടെ കൂട്ടത്തിൽപ്പെടുന്നു. 1993 റാംബോ ഗോപാലകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി ഒരുക്കിയ പദ്ധതിയാണ് ഗവൺമെൻറ്റിനെ ഏറെ ചൊടിപ്പിച്ചത്. അതിൽ 22 പോലീസുകാർ കൊല്ലപ്പെടുകയുണ്ടായി. 1995 തൻ്റെ അനുജൻ്റെ കാലിൽ ഒരു മുഴ വരികയും അത് പഴുക്കുകയും ചെയ്തു. ഇനി എന്തു ചെയ്യും എന്ന് വിചാരിച്ച വീരപ്പന് ഒരു ഉപാധി കണ്ടുപിടിക്കുകയും അന്നത്തെ DYSP ആയ ഒരു ചിദംബരനാഥിനെയും 2 പോലീസുകാരെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നിട്ട് ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തി. തൻ്റെ അനുജൻ ചികിത്സയ്ക്ക് വരുമ്പോൾ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോലീസുകാരെയും ഈ കോയമ്പത്തൂർ DYSPയെയും കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നിട്ട് വീരപ്പൻ ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തി. തൻ്റെ അനുജൻ ചികിത്സയ്ക്ക് വരുമ്പോൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ താൻ ജാമ്യവസ്തുവായി കൊണ്ടുവന്ന ഈ കോയമ്പത്തൂർ DYSPയെയും മറ്റ് 2 പോലീസുകാരെയും വധിക്കുമെന്നും വീരപ്പൻ ഭീഷണിപ്പെടുത്തി. എന്നാൽ കാര്യം മറ്റൊന്നാണ് നടന്നത്. ആ ഭീഷണിക്ക് മുന്നിൽ വിജയിക്കാൻ അന്നത്തെ സർക്കാരിന് കഴിയുന്നു. നല്ലൊരു മികച്ച ഒരു ഓപ്പറേഷനിലൂടെ, ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ അന്നത്തെ ആ DYSPയെ മോചിപ്പിക്കാൻ അന്നത്തെ സർക്കാരിന് കഴിയുന്നു. ഇതോടുകൂടി അനുജൻ അർജുൻ പോലീസ് കസ്റ്റഡിയിലാകുന്നു. എന്നാൽ പോലീസ് കസ്റ്റഡി വെച്ച് അർജുൻ മരിച്ചതാണ് വീരപ്പനെ ഏറെ ചൊടിപ്പിച്ചത്. അയാൾക്ക് എല്ലാവരോടും വിരോധമായി. പിന്നെ ഒരു കൊലപാതക പരമ്പര തന്നെ അഴിഞ്ഞാടി അവിടെ. അന്ന് പോലീസുകാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു വീരപ്പൻ്റെ ഏറ്റവും പ്രധാന പണി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിക്കൊണ്ടുപോക്കൽ തമിഴ്നാട് ആക്ടറായ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതാണ്. ഒടുവിൽ വീരപ്പനെ STF കൊല്ലുന്നത് തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഇടത് കണ്ണിന് ചികിത്സ നൽകാനായി കാട് വിട്ടിറങ്ങി ആംബുലൻസിൽ കയറുന്ന സമയത്താണ്. പിക്കിളിമലയിൽ നിന്ന് വീരപ്പൻ ശരിക്കും ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായത് തൻ്റെ സംഘബലം കൂട്ടാനും STFനെ തകർക്കാൻ വേണ്ടി കൂടിയാണ്. STFിലെ ചാരന്മാർക്ക് വീരപ്പനെ തന്ത്രപൂർവ്വം അങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. അങ്ങനെ കാട് വിട്ടിറങ്ങിയ വീരപ്പനെ നടുറോഡിൽ വെച്ച് തലങ്ങും വിലങ്ങും STF വെടിവെച്ച് കൊലപ്പെടുത്തി. വീരപ്പൻ്റെ മരണശേഷം പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. വെറും സ്റ്റീൽ ബോഡിയും കപട മീശയും മാത്രമേ ഉണ്ടായിരുന്നു എന്നും വീരപ്പന് മുൻനിർത്തി വേറെ കുറേ പേർ കളിക്കുന്നതാണെന്നും പറയുന്നു. ഈ എൻകൗണ്ടർ പോലും തങ്ങളുടെ കളി പുറത്തു വരാതിരിക്കാൻ വ്യാജമായി ക്രിയേറ്റ് ചെയ്തതാണെന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ ബാക്കി നിർത്തി വീരപ്പൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾ തന്നെയാണ് വിലയിരുത്തേണ്ടത്. പുഷ്പ ഫിലിം ഈ വീരപ്പൻ്റെ കഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി എനിക്ക് അയച്ചു തരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.